2019 ജനുവരി 12-ാം തീയതി ആധുനിക ഭാരതത്തിലെ ഒരു ഓർമ്മിപ്പിക്കപ്പെടുന്ന ദിവസമാണ്. സാമ്പത്തിക സംവരണം ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ട ദിവസമാണ് ജനുവരി 12-ാം തീയതി. എന്നാൽ സാമ്പത്തിക സംവരണം കേന്ദ്രം നടപ്പാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി പല സംസ്ഥാനങ്ങളും പല നയങ്ങൾ രൂപവൽക്കരിച്ചു. കേരളത്തിലും സ്ഥിതി മറ്റൊന്നല്ല. രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് സാമ്പത്തിക സംവരണം ഒരു വേദിയാകുക കൂടി ചെയ്തു. എന്താണ് സാമ്പത്തിക സംവരണത്തിൻ്റെ രാഷ്ട്രീയം? ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ മാത്യു കുഴൽനാടൻ, CBCI ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷുവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ജയസൂര്യൻ, സാമൂഹിക നിരീക്ഷകൻ ശ്രീ റോണി അഗസ്റ്റിൻ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നത് അഡ്വക്കേറ്റ് ജയസൂര്യനിലാണ്. മോഡി ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ വീണ്ടും മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിൽ തന്നെ ഒരു സുപ്രധാനമായ പങ്ക് EWS റിസർവേഷൻ കൊണ്ടുവന്നതിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശദീകരിക്കുക. EWSലൂടെ എന്താണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം പ്രതീക്ഷ നൽകുന്ന സംവിധാനമാണ് EWS റിസർവേഷൻ? സംവരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാഷ്ട്രത്തിലെ ജനതകൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസമത്വം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ അസമത്വത്തെ അതിജീവിക്കുക എന്നുള്ളതാണ്. അത് ഭരണകൂടത്തിന്റെ ചുമതലയുമാണ്. പല തരത്തിലാണ് ഈ അസമത്വത്തെ അതിജീവിക്കാൻ സാധിക്കുക. അതില് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും ഏറ്റവും പെട്ടെന്ന് ഫലം തരുന്നതുമായിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ള ഭരണകൂടത്തിന്റെ സഹായമാണ്. അതുപോലെ വിദ്യാഭ്യാസം, സാമൂഹികമായ പിന്നോക്കാവസ്ഥയ്ക്ക് പ്രത്യേകമായ പരിരക്ഷ കൊടുത്തുകൊണ്ടുള്ള സഹായ പദ്ധതികൾ എന്ന് തുടങ്ങി പല മേഖലകളിൽ അവരവരുടെ ആവശ്യമനുസരിച്ച് കൊണ്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, അവരെ പൊതുധാരയിലെ ഒരു സമത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് സംവരണത്തിന്റെ ഒരു അടിസ്ഥാനപരമായ നീതി. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാരതം സ്വതന്ത്ര രാഷ്ട്രമാകുമ്പോൾ അവിടെ സാമൂഹികമായി പിന്നോക്കമായി നിന്ന ജനവിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക, എല്ലാവർക്കും തുല്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംവരണം ഏർപ്പെടുത്തപ്പെടുന്ന സമയത്ത് തന്നെ അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഇത് എല്ലാ കാലഘട്ടത്തിലേക്കും വേണ്ടിയുള്ളതല്ല, സാമൂഹികമായ ഒരു സമത്വം നേടുന്നത് വരെ ഉള്ള ഒരു ഭരണപരമായിട്ടുള്ള ഒരു മെക്കാനിസം മാത്രമാണ്. ഏതായാലും അങ്ങനെയുള്ള സംവരണങ്ങൾ നടപ്പാക്കി വരുമ്പോൾ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയേറെ വിസ്മരിക്കപ്പെട്ടു പോയ, അതുകൊണ്ട് തന്നെ തഴയപ്പെട്ടു പോയ ഒരു കാര്യമാണ് സാമ്പത്തികമായി സാമൂഹികമായി മുന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, സവർണ വിഭാഗങ്ങൾ എന്നൊക്കെ വിളിക്കപ്പെടുന്നവര് ഒരു പ്രത്യേക ക്ലാസ് ആയിട്ട് പരിഗണിക്കുകയും അവരെ പരിപൂർണമായും എല്ലാവിധ സംവരണങ്ങളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ അതിൽ തന്നെ പിന്നീട് കാലം തെളിയിച്ച ഒരു യാഥാർത്ഥ്യം, ഈ സവർണ വിഭാഗങ്ങളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുണ്ട് എങ്കിൽ അവർ അവർണ വിഭാഗങ്ങളെ പോലെ തന്നെയോ അല്ലെങ്കിൽ അതിലും താഴെയോ അവശത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സാമൂഹികമായിട്ടുള്ള ആ അസമത്വം തുടരുകയാണ്, അതും നിയമപരമായി. ഇത് ഒരു രാഷ്ട്രത്തിന് തികച്ചും അപമാനകരമാണ്. അപ്പോൾ അത് തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സാമൂഹികമായ സംവരണ പട്ടികയിൽ സവർണരെന്നും മുന്നോക്കക്കാരെന്നും വിളിക്കപ്പെടുമ്പോൾ തന്നെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവർക്ക് സാമ്പത്തികമായ സംവരണം അനുവദിച്ചുകൊണ്ട് സാമൂഹിക സമത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നീതി, ആ നീതി കൂടി നടപ്പാക്കുമ്പോഴാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹികമായിട്ടുള്ള തുല്യത കൈവരിക്കാൻ കഴിയുക. ഈ ഒരു ലക്ഷ്യം ആണ് BJP ഈ സംവരണ തത്വത്തിലൂടെ അത് നടപ്പാക്കുന്നതിലൂടെ ലക്ഷ്യം വെച്ചതും ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംവരണം നടപ്പാക്കി എടുത്തതും.
അപ്പോൾ BJPയുടെ ലക്ഷ്യം ഇതായിരുന്നു. മുന്നോക്കക്കാർ പിന്നോക്കക്കാർ എന്ന് വേർതിരിക്കുന്നത് കേവലം ജാതിയുടെയോ സമുദായത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ മാത്രം പോരാ, മറിച്ച് സാമ്പത്തികമായ അവരുടെ ഉന്നതി കൂടി അതിൽ അവിഭാജ്യമായ ഘടകമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ സംവരണം കൊടുത്താലും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ അത് സാമൂഹ്യ നീതി ആവുകയില്ല, സാമൂഹ്യ സമത്വം ആവില്ല. തീർച്ചയായും. അപ്പോൾ ആ സാമൂഹ്യ സമത്വം എന്നുള്ള ലക്ഷ്യമാണ് BJP മുന്നോട്ട് വെച്ചത്. അതാണ് ഈ സംവരണ തത്വം നടപ്പാക്കിയതിലൂടെ BJP ഇപ്പോൾ ഇന്ത്യൻ സമൂഹത്തിന് മുമ്പാകെ തെളിയിച്ചത്. തീർച്ചയായും. ഡോക്ടർ മാത്യു കുഴൽനാടൻ, EWS റിസർവേഷൻ അല്ലെങ്കിൽ സാമ്പത്തിക സംവരണത്തെ BJPയും കോൺഗ്രസും ഒരേ മനസ്സോട് തന്നെ അതിനെ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് എടുത്തിട്ടുള്ളത്. കോൺഗ്രസ് എങ്ങനെയാണ് ഈ സാമ്പത്തിക സംവരണത്തെ കാണുന്നത്? കാരണം ഇത് നടപ്പാക്കിയത് കഴിഞ്ഞ വർഷങ്ങളിലാണ് താനും. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു മാറ്റത്തിന് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വൈകേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇത്രയും കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും? എന്താണ് കോൺഗ്രസിന് EWS റിസർവേഷനിലുള്ള നിലപാട്? അല്ല, ഇതില് ഈ പറയപ്പെട്ട ഇപ്പൊ എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാന ശ്രീ ജയസൂര്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ഈ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കാനുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. 49.5 പ്ലസ് 10 ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 50. ഇതെങ്ങനെ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യും എന്ന് മാത്രം പറഞ്ഞു തന്നാൽ ഞാൻ ഈ പറഞ്ഞ വാദത്തെ മുഴുവൻ അംഗീകരിക്കാം. കാരണം ഞാൻ ഒരു നിയമ വിദ്യാർത്ഥി കൂടി ആയതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ള ഇന്നത്തെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം എന്ന് പറയുന്നത് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ലോ അനുസരിച്ച് there cannot be reservation above 50% എന്നുള്ളത് ഇറ്റ്സ് വെരി ക്ലിയർ. അപ്പോ ഈ നിലവിൽ 49.5% റിസർവേഷൻ നിലവിലുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. 15% SC, 7.5% ST, 27% OBC. അങ്ങനെ വരുമ്പോൾ മൊത്തം 49.5% റിസർവേഷൻ നിലനിൽക്കും. അഡീഷണൽ 10% റിസർവേഷൻ കൊടുക്കും എന്ന് പറയുമ്പോൾ ഇത് ഇവോൾവ് ചെയ്യുന്നൊരു ഫോർമുല. അഡീഷണൽ സീറ്റ്സ് കൊടുത്തിട്ടാണെന്ന് പറഞ്ഞാൽ പോലും ഈ ഫോർമുല തെറ്റും. അത് നിലനിർത്താൻ പോകുന്നു. അപ്പൊ ഇത് ഈ ഒരു ഇവെൻച്വാലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻ മനസ്സിലാക്കിയിട്ടാണോ? അതുകൊണ്ടാണ് കോൺഗ്രസിനെ നിലപാട് പറഞ്ഞത്. ഈ പറഞ്ഞതിൽ ആത്മാർത്ഥതയില്ലാത്ത ഒരു നിലപാടാണ് BJP അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചിരിക്കുന്നത് എന്ന നിലപാട് ഈ വിഷയത്തിൽ എടുക്കാൻ കാരണം. So, there should be a consensus in containing this economically weaker section. അതാണ് ഉണ്ടാകേണ്ടത്. അതുണ്ടാകാതെ ഇത് ചെയ്യുന്നത് ഒരു ഐവാഷ് ആണെന്നും അല്ലെങ്കിൽ കണ്ണിപ്പൊടി ഇടുന്ന അല്ലെങ്കിൽ കേവലം ഒരു മോഹന വാഗ്ദാനമായി മാത്രം അല്ലെങ്കിൽ അത് ഞങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ചു എന്ന് വരുത്തിക്കൊണ്ട് അത് അൾട്ടിമേറ്റ്ലി അതില്ലാതാകുന്ന ഇതിന് വേണ്ടിയിട്ടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതല്ലെങ്കിൽ ഇതില് അദ്ദേഹം ഒരു ലോയർ കൂടി ആയതുകൊണ്ട് വാട്ട് ഈസ് ദ വേ ഓഫ്, എങ്ങനെയാണ് ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത് ഇൻ ദ ഗിവൻ ഫ്രെയിംവർക്ക് ഓഫ് ലോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ചർച്ചയിൽ കുറച്ചുകൂടി എഫക്റ്റീവായി പങ്കെടുക്കാൻ പറ്റും. തീർച്ചയായും. ഞാൻ അഡ്വക്കേറ്റ് ഷെവലിയാർ VC സെബാസ്റ്റ്യനിലേക്ക് എത്തുകയാണ്. ഇവിടെ ഡോക്ടർ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ച ഒരു ആശങ്ക അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടതല്ലേ? ഓഗസ്റ്റ് 5-ാം തീയതി തന്നെ സുപ്രീം കോടതി ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. ഇന്ദിരാ സ്വാഗ്നി കേസിൽ അതുമായി ബന്ധപ്പെട്ട് ഇതിനെ ചേർത്ത് വായിക്കുമ്പോൾ ഈ സംവരണം എന്നത് ഇവിടെ ഡോക്ടർ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ച ആ ഒരു ആശയവുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ജാഗ്രതയോടെ എടുക്കേണ്ട ഒരു തീരുമാനമല്ലേ? അല്ലെങ്കിൽ കുറച്ചുകൂടെ പഠനത്തിന് ശേഷം എടുക്കേണ്ട ഒരു തീരുമാനമല്ലേ ഈ EWS? എന്താണ് അങ്ങയുടെ അഭിപ്രായം? എനിക്ക് ഈ ചർച്ചയിൽ ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയസൂര്യയും അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനും അവരുടേതായ ആശയങ്ങൾ പങ്കുവച്ചു. പക്ഷെങ്കിൽ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഒരു ചെറിയ ചോദ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നരേന്ദ്രമോദി സർക്കാർ ഇപ്പം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സംവരണം, സാമ്പത്തിക സംവരണത്തിൽ കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടനും ആശങ്കയുണ്ട്. അതൊരു ഐവാഷ് അല്ലേ എന്നൊരു സംശയമുണ്ട്. ഒന്ന് പറയാമോ, ഈ സംവരണത്തെ അങ്ങ്
പിന്തുണയ്ക്കുന്നുണ്ടോ? ഈ സംവരണത്തിൽ അങ്ങ് യോജിക്കുന്നുണ്ടോ? അല്ല, ഈ നിലയിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല. ഈ നിലയിൽ പിന്തുണയ്ക്കുന്നില്ല. അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ തുടരാം. ഈ വളരെ ക്ലിയർ ആണ്. ഈ നിലയില് ഈ സംവരണത്തെ, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സാമ്പത്തിക സംവരണത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിരിക്കുന്നത്. ഒരുപക്ഷെ അതിനൊരു ഈ നിലയിൽ വ്യക്തമാണ്, ഈ നിലയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആശങ്കകൾ 49.5% പ്ലസ് 10% പ്രധാനപ്പെട്ട ആശങ്ക അങ്ങ് പങ്കുവെച്ചത്. അത് ശരിക്കും മനസ്സിലാകുന്നുമുണ്ട്. ഇതിന്റെ ഒരു പ്രതിഫലനമായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു നേതാവ് ശ്രീ VT ബലറാം MLA കഴിഞ്ഞ നാളില് ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും ഈ സംവരണത്തെ എതിർത്ത് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. വാസ്തവത്തിൽ ഞാനിത് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ വ്യക്തിപരമായിട്ട് സർക്കാർ ജോലികളിൽ സംവരണം പാടില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ വ്യക്തിപരമായിട്ട്. കാരണം ഒരു ആധുനിക കാലഘട്ടത്തിൽ ജാതി സംവരണത്തിന് അതീതമായിട്ട് ഇന്നത്തെ തലമുറ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത്. സർക്കാർ ജോലികളിൽ സംവരണം പാടില്ല എന്ന് പറയുമ്പോൾ പഠിക്കുവാൻ വേണ്ടി സ്കോളർഷിപ്പുകളും പണവും സ്വാധീനങ്ങളും എല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ്. പഠിച്ച് വിജയിച്ചു വരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടി സംവരണം ഏർപ്പെടുത്തുന്നത് 21ാം നൂറ്റാണ്ടിൽ എത്രമാത്രം നല്ലൊരു കീഴ്വഴക്കമായിരിക്കുന്നു. എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ ആർട്ടിക്കിൾ 14 കുറിച്ചും പൗരസമത്വത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും ഒക്കെ ജയസൂര്യ പറഞ്ഞു. എനിക്കിപ്പോഴും മനസ്സിലാകാതിരിക്കുന്നത് കഴിഞ്ഞ 73 വർഷക്കാലമായിട്ട് സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം 4 തലമുറകൾ പിന്നിട്ടിട്ടും നമ്മുടെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ഇന്നത്തെ സംവരണ രീതികളും സംവരണ സംവിധാനങ്ങളും ഫെയിലർ ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 1954 ഞാനും അല്പം ചരിത്രത്തിലേക്ക് വരാം. 1954 വിദ്യാഭ്യാസ മേഖലയിൽ 20% സംവരണം SC/ST വിഭാഗത്തിനുണ്ടായി. 1979 ജനുവരിയില് ജനതാ പാർട്ടിയുടെ മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ മണ്ഡൽ കമ്മീഷനെ നിയമിച്ച് 1982 ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടൻ പറഞ്ഞതുപോലെ 15% SC ഷെഡ്യൂൾഡ് കാസ്റ്റിന്, 7% ഷെഡ്യൂൾഡ് ട്രൈബിന് സംവരണം വന്നു. അതിനുശേഷം വന്നിരിക്കുന്ന OBC സംവരണം 27% വന്നു. അങ്ങനെ 49.5% സംവരണത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സർക്കാര് 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ ഞാൻ കാണുന്ന ഒരു വശമുണ്ട്. മറ്റൊന്നുമല്ല, 103ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ സംവരണം വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. 103ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് വന്നിരിക്കുന്നത്. 1992 ഇന്ദിരാ സുഹാനി കേസിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ അത് 3 ആശയങ്ങളാണെന്ന് പറഞ്ഞത് മണ്ഡൽ കമ്മീഷനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 1979 മൊറാർജി ദേശായി രൂപം നൽകിയ മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് 1990 BP സിംഗ് 27% എന്നുള്ള OBC സംവരണം തത്വത്തിൽ അംഗീകരിച്ചെങ്കിലും നരസിംഹറാവു സർക്കാരിന്റെ കാലത്താണ് 1993 OBC വിഭാഗത്തില് സംവരണം വന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമുക്ക് വളരെ ചുരുക്കി നമുക്ക് നിലപാടിലേക്ക് എത്താം. വളരെ ചുരുക്കി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഭരണഘടനാ ഭേദഗതിയിലൂടെയുള്ള ഈ സംവരണത്തിന് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസുകൾ നടക്കുകയാണെങ്കിൽ തന്നെയും 50% എന്നുള്ള ആ ലിമിറ്റ് ഉണ്ടെങ്കിൽ തന്നെയും എത്രമാത്രം അത് വളരെ ശക്തമായിട്ട് തന്നെ അത് മുന്നോട്ട് പോകും എന്നാണ് എന്റെ പ്രതീക്ഷ. മറിച്ചൊരു കാര്യം കൊണ്ടുണ്ട്, കോടതിയിൽ തന്നെ പറയുന്ന കാര്യമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ സംവരണത്തിന്റെ പെർസെന്റേജ് ഇതിലും കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയില് 76% ആണ്, തമിഴ്നാട്ടിൽ 69% ആണ്. പക്ഷികൾ ബഹുമാനപ്പെട്ട മാത്യു പറഞ്ഞതുപോലെ ഇതെല്ലാം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും ഞാൻ സ്മരിക്കുകയാണ്.
വ്യക്തമാണ്. ഞാൻ തീർച്ചയായിട്ടും ഡോക്ടർ മാത്യു കുഴൽനാടൻ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ വരും. ശ്രീ റോണി അഗസ്റ്റിൻ, ജസ്റ്റിസ് ശശിധരൻ നായർ കമ്മീഷന് മുമ്പാകെ EWS വിഷയത്തിൽ സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് സിറ്റിംഗിൽ പങ്കെടുത്ത ഒരാളാണ് ശ്രീ റോണി അഗസ്റ്റിൻ. എങ്ങനെയാണ് സാമ്പത്തിക സംവരണത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാമ്പത്തിക സംവരണം എന്നുള്ളതാണ് ഇവിടുത്തെ ഇന്ത്യൻ പൗരന്മാരുടെ അസമത്വത്തെ മാറ്റി സമത്വത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരൊറ്റ വഴി. ഇപ്പം നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ 70 വർഷത്തോളം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം തൊട്ട് സംവരണം ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇത്രയും കാലമായിട്ടും ഈ ഒരു സംവരണത്തിലെ അനീതി സംവരണം കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. VC സെബാസ്റ്റ്യൻ സാർ അത് സൂചിപ്പിച്ചു. അത് അപ്പോൾ തന്നെ ആ സംവരണ സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ ശൈലി തെറ്റാണ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ OBC സംവരണവും ക്രീമി ലെയർ മാനദണ്ഡങ്ങളുമാണ്. ശരിക്കും സംവരണം കൊടുത്തത് എന്തിനാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ് സംവരണം ഏറ്റവും ആദ്യം കൊണ്ടുവന്നു. അതിനുശേഷം OBC അങ്ങനെ വിഭാഗത്തിലൂടെ വന്നു. പക്ഷേ ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗത്തിനും അല്ലെങ്കിൽ OBC സംവരണം കൊണ്ടുവന്ന് അതിൻ്റെ ആരെയാണോ ഉദ്ദേശം വെച്ചിരുന്നത് അതിലെ ഈ സംവരണ കാറ്റഗറിയിലുള്ളപ്പെട്ട ജാതി സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവർക്കാണത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത്. പക്ഷെ അത് കിട്ടുന്നുണ്ടോ? ക്രീമി ലെയർ മാനദണ്ഡം എന്താണ്? അപേക്ഷകൻ്റെ അപ്പനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ്, IPS ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവർക്ക് ക്രീമി ലെയർ മാനദണ്ഡ പ്രകാരം സംവരണത്തിന് അർഹനാണ്. ഇനി അപേക്ഷകൻ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ക്ലാസ് 1 ഉദ്യോഗസ്ഥനല്ലെങ്കിൽ അദ്ദേഹത്തിനും അടുത്ത സർക്കാർ ജോലിയിലേക്ക് സംവരണം വഴി OBC സംവരണം വഴി അപേക്ഷിക്കാൻ സാധിക്കും. അപ്പം എപ്പോഴും മേൽത്തട്ടിൽ മാത്രമാണ് സംവരണത്തിൻ്റെ ഗുണം കിട്ടിയിട്ടുള്ളൂ. ഈ ജാതി സംവരണം എന്ന സിസ്റ്റം എടുത്തു കളഞ്ഞ് സാമ്പത്തിക സംവരണം രാജ്യത്ത് മൊത്തത്തിൽ നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതോടൊപ്പം തന്നെ കുഴൽനാടൻ സാർ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, 49.5 പ്ലസ് 10% എന്നുള്ളതിൻ്റെ സാങ്കത്യം. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സംവരണം കൊടുക്കുക എന്നുള്ളത് ഭരണഘടനയിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് സംവരണം കൊടുത്ത് തുല്യത ഉറപ്പുവരുത്തണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ തുല്യതയ്ക്ക് ഓരോ ഇന്ത്യൻ പൗരനും അവകാശിയാണ്. ആ തുല്യത ലഭിക്കുന്നതിന് വേണ്ടി ചില ഒഴിവുകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് സംവരണം. അതുകൊണ്ട് തന്നെയാണ് അതേപോലെയുള്ള ഒരു ഒഴിവാണ് 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 15(6)ഉം 16(6) ഉൾപ്പെടുത്തിക്കൊണ്ട് BJP ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് അത് നടപ്പിലാക്കിയത്. അപ്പോൾ തന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പിലാക്കിയിട്ടുള്ള ആ ഒരു അവകാശം ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട മൗലികമായ ഒരു അവകാശമാണത്. ആ അവകാശം ലഭിക്കേണ്ടതല്ലേ? അത് ലഭിച്ചു, അല്ലാതെ അത് 60%, 59.5% അത് കോടതി അനുശാസിക്കുന്നതല്ല എന്നുള്ളത് തെറ്റായ ഒരു ശൈലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭരണഘടനയിൽ എന്ത് പറയുന്നോ അത് പാലിക്കപ്പെടുക അല്ലേ സുപ്രീം കോടതിയിലൂടെയും അല്ലെ കോടതിയിലൂടെയും ഒക്കെ നടക്കേണ്ടത്. അപ്പോൾ ഈ ഭരണഘടനയിൽ 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള കാര്യം നടപ്പിലാക്കാൻ അതിനെ 50% സംവരണത്തിൽ നിന്ന് എടുത്ത് നടപ്പിലാക്കിക്കോട്ടെ, വിരോധമില്ല. അല്ലെങ്കിൽ OC ഓപ്പൺ കോമ്പറ്റീഷൻ എന്നുള്ള 50% നിന്ന് എടുത്ത് നടപ്പിലാക്കട്ടെ. അത് കോടതിയാണ് നിരീക്ഷിക്കേണ്ടത് ഏതിൽ നിന്ന് എടുക്കണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് കുഴൽനാടൻ സാറിനോടും പറയാനുള്ളത് ആ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം ഇത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശമാണ്. അത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമാണ് ഞാൻ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയെയും ബഹുമാനിക്കുന്നു. പക്ഷേ നമ്മൾക്ക് ഇവിടെയുള്ള സാമ്പത്തിക അസമത്വം മാറണം. താഴെ തട്ടിലുള്ളവനും ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ വേറൊരു VC സെബാസ്റ്റ്യൻ സാർ പറഞ്ഞു, VT ബൽറാമിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, സവർണ സംവരണം എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്താണ് സംവരണം? അങ്ങനെയുള്ള വിവേചനം, സവർണനും അവർണനും അങ്ങനെയുള്ള വിവേചനം ഈ കാലത്തും 21-ാം നൂറ്റാണ്ടിലും ഉപയോഗിക്കുന്ന ശൈലി തെറ്റാണ്. ഇത് കോൺഗ്രസിൻ്റെ നിലപാടായിട്ടും എനിക്ക് തോന്നുന്നില്ല.
VT ബൽറാം, പക്ഷേ ഒരു കാര്യം കോൺഗ്രസ് ആയാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. VT ബൽറാം ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടും VT ബൽറാമിന്റെ നിലപാടിനെതിരെ കോൺഗ്രസ് വ്യക്തമാണ്. ഡോക്ടർ മാത്യു കുഴൽനാടൻ, രണ്ടുപേരും താങ്കളെ പ്രതിരോധത്തിലാക്കുന്ന കുറേ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും താങ്കളിലേക്ക് ഞാൻ വരികയാണ്. ഇവിടെ ശ്രീ VT ബൽറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ ഒരു കാലത്തും സാമൂഹികമായ വിവേചനങ്ങളോ ഗുരുതരമായ എന്തെങ്കിലും അനീതികളോ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത, എന്നാൽ പല നിലയ്ക്കും പ്രിവിലേജുകൾ അനുഭവിക്കാൻ അവസരമുണ്ടായ ചില ജനവിഭാഗങ്ങൾക്ക് സംവരണം നടപ്പിലാവുന്നു എന്ന ഒരു ആശയമാണ് അദ്ദേഹം പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇതൊരു കോൺഗ്രസിന്റെ നിലപാടാണോ ഈ ശ്രീ VT ബൽറാമിന്റെ നിലപാട് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവർ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. ഇത്രയും നാൾ കൊണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചില്ല, അങ്ങനെ ചില ആരോപണങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. തീർച്ചയായും താങ്കൾക്ക് സമയമെടുത്ത് ഇതിനെല്ലാം ഉത്തരം പറയാം. ഒന്നാമത്തെ കാര്യം, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സാമ്പത്തിക സംവരണം എന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യം ഡിസ്കസ് ചെയ്യപ്പെട്ടതും അത് കൊണ്ടുവരാനായിട്ട് ആദ്യം ശ്രമിച്ചതും മുൻകൈ എടുത്തതും ആരാണ് എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആദ്യമായിട്ട് വന്നത് നരസിംഹറാവു ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്താണെങ്കിൽ പ്രപ്പോസല് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആളുകൾക്ക് 10% റിസർവേഷനെ കുറിച്ച് ഉള്ള ആദ്യമായിട്ടുള്ള ചിന്ത ഉണ്ടായതും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് പെർസെ ഇത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു ആശയമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വെറുതെ വാദത്തിന് വേണ്ടി പറയുന്നു എന്നതേ ഉള്ളൂ. പക്ഷെ ഇതിനു മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു, ഇതിപ്പോ ഈ 10% 49.5 നിന്ന് എടുക്കണോ 50.5 നിന്ന് എടുക്കണോ എന്നത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത്. ശരിക്കും പറഞ്ഞാൽ രാജ്യത്തുണ്ടാകേണ്ടതും അങ്ങനെയാണ്. അല്ലാതെ വെറുതെ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു, കോടതിയെ തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ആർക്കും ചെയ്യാം. കോൺഗ്രസ് അതിന് നിന്നില്ല. അൺലെസ് ആൻഡ് നമ്മൾ വളരെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്, ഒരുപാട് റിപ്രക്കഷൻസ് ഉണ്ടാകാവുന്ന ഒരു ഡിസിഷനാണ്. നമുക്ക് വെറുതെ ബാക്കി ഇതിന്റെ അകത്ത് പലർക്കും എന്ത് അഭിപ്രായം പറയാം, എന്ത് വേണമെങ്കിലും പറയാം. കാരണം എങ്ങനെ പറഞ്ഞാലും ദേ ആർ ഓൺ വൺ സൈഡ്. അങ്ങനെയുള്ളവർക്ക് അത് കുഴപ്പമില്ല. ദേ ക്യാൻ വെൽ സ്പീക്ക് ഫ്രം വൺ സൈഡ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിൽ ഹാവ് ദ ലിബർട്ടി ടു ഡു ദാറ്റ്. ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. പക്ഷേ യഥാർത്ഥത്തില് നമ്മൾ സത്യസന്ധമായിട്ടും നമ്മള് ഈ രാജ്യത്തിന്റെ ഒരു കെട്ടുറപ്പും രാജ്യത്തിന്റെ ഒരു ഐക്യവും ആകട്ടെ, രാജ്യത്തിന്റെ ഒരു പൊതു താല്പര്യവും മുൻനിർത്തി ഇതുപോലത്തെ വിഷയങ്ങളിലേക്ക് ഇടപെടുമ്പോഴാണ് പ്രയാസം വരുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. അപ്പൊ അതിൻ്റെ അകത്ത് ഈ 50% എബവ് റിസർവേഷൻ പോകാൻ പറ്റില്ല എന്നിരിക്കുകയും എക്കണോമിക്കലി വീക്കറായിട്ട് നിൽക്കുന്നവർക്കും ജസ്റ്റിസ് വേണം എന്ന ഒരു ജെനുവിനായിട്ടുള്ള പൊളിറ്റിക്കൽ ആഗ്രഹം നമ്മൾക്ക് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് വി ഷുഡ് ട്രൈ ടു ഇവോൾവ് എ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ്. ഇനി ഞാൻ മുമ്പോട്ട് പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്, പാർട്ടിയുടെ അഭിപ്രായം. ഇറ്റ് മേ ടേക്ക് സം ടൈം, 1 year, 2 year, 5 year, 10 years ചിലപ്പോൾ എടുത്തെന്ന് വരാം. ബട്ട് സ്റ്റിൽ ഔട്ട് ഓഫ് കൺസെൻസ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അത് സക്സസ്ഫുൾ ആവുക. അതല്ലാതെ ഫോഴ്സ്ഫുള്ളി ഇത് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടീവിന് വേണ്ടി അത് ചെയ്യുന്നതോ ഗുണകരമാകില്ല. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് പെർസെ ഈ ആശയത്തെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ഫോർ ദാറ്റ് മാറ്റർ നിങ്ങൾ ആരെങ്കിലും അത് നോക്കിയിട്ടില്ലെങ്കിൽ വായിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് അന്വേഷിക്കണം, പഠിക്കണം. ചരിത്രം പുറകോട്ട് തിരിഞ്ഞു നോക്കും, നല്ലതാണ്. കോൺഗ്രസ് ഉള്ളി മൂട്ടഡ് ദിസ് ഐഡിയ. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആശയത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല. പക്ഷെ BJP ഗവൺമെന്റ് ഇത് ആത്മാർത്ഥതയോട് കൂടിയാണോ എന്ന് അത് എനിക്ക് തോന്നുന്നു ഇതിന് ഏറ്റവും നല്ലൊരു ഉത്തരം അല്ലെങ്കിൽ ഒരു മറുപടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2015 എന്റെ ഓർമ്മ. 2015 2014 തന്നെയാണോ സംശയമുണ്ട്. ഈ 50% റിസർവേഷനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ാത്തവരുമാണ് എന്ന് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബീഹാറിൽ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുക, അദ്ദേഹത്തിന്റെ തന്നെ വാക്ക്. ഇപ്പോ അദ്ദേഹം അതിനപ്പുറത്തേക്കുള്ള ഒരു സംഭവം കൊണ്ടുവരുമെന്ന് പറയുന്നു. ദാറ്റ്സ് അണ്ടർ ചലഞ്ച്. സുപ്രീം കോർട്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. പിന്നെ VT ബൽറാം പറഞ്ഞതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ ഒരു കാര്യം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് കൂടി ഉൾക്കൊള്ളുന്ന ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൻ്റെതായ സ്വാതന്ത്ര്യം, അതിൻ്റെതായ ഇതുണ്ട്. അദ്ദേഹം കാര്യങ്ങളെ വളരെ വ്യത്യസ്തമായും വളരെ ഇതായും കാണുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്.
അതുകൊണ്ട് ആണ് യു.ടി. ബൽറാമിന് ആ നിലയ്ക്കുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് കോൺഗ്രസിന്റെ നിലപാടായിട്ട് കാണേണ്ട കാര്യമില്ല അല്ലേ? അല്ല, അത് കോൺഗ്രസ് പൂർണ്ണമായിട്ടും അത് കോൺഗ്രസ് നിലപാടാണ് എന്ന് പറയാൻ കഴിയും. അപ്പൊ അതിൽ ഭാഗികമായിട്ട് കോൺഗ്രസിന് അങ്ങനെ ഒരു ആശയമുണ്ട്. അത് വി.ടി. ബൽറാമിലൂടെ ആണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിലയിൽ ഇതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഇഷ്യൂസും ഉള്ളതുകൊണ്ട് ഈ നിലയിൽ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ വി.ടി. ബൽറാം പറഞ്ഞതിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച സുഹൃത്ത് എടുത്തു പറഞ്ഞതുപോലുള്ള ഒരു ഭാഷാ ശൈലിയോ കാര്യങ്ങളിലോ ഒക്കെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു പൊളിറ്റിക്കൽ ട്യൂണോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും. സാറേ, മതി സാറേ, ഒരു കാര്യം അപ്പം അങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണോ നമ്മൾ കേരളത്തിൽ ഇപ്പം ഇന്ത്യയിൽ 2019 സാമ്പത്തിക സംവരണം 19 ജനുവരി 12 നടപ്പിലാക്കിയത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും 2019 തന്നെ അത് നടപ്പിലാക്കിയിരുന്നു. പക്ഷേ കേരളത്തിൽ ഇത് പഠിക്കാൻ ഒരു കമ്മീഷനെ വെക്കുകയും കമ്മീഷൻ്റെ റിപ്പോർട്ട് 2020 ജനുവരി 3 വന്ന് ജനുവരി 3 നടപ്പിലാക്കുകയും എന്നിട്ടും ഇപ്പോഴും 9 മാസം കഴിഞ്ഞു. രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് 1.5 വർഷത്തോളം കഴിഞ്ഞു. ഇത് കേരളത്തിൽ ഇപ്പോഴും ഫുൾ സ്ട്രക്ചറിൽ നടപ്പിലാക്കാതെ ഇരുന്നിട്ടും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും വരാത്തതും ഈ ഒരു ആശയം കൊണ്ടാണെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അല്ല, അതും ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു ജനങ്ങൾക്ക്, താഴെത്തട്ടിലുള്ള ജനങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെ, ഞാൻ അടങ്ങുന്ന ഒരു സമുദായത്തിലുള്ള പല ആളുകളും ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഇങ്ങനെയുള്ളതിനെ കാണുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമമുണ്ട് അതിനകത്ത്. ഇപ്പം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ താല്പര്യപൂർവമായ ഒരു സമീപനം കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ EWSൻ്റെ ഗുണഭോക്താക്കളുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു താല്പര്യപൂർവ്വമായിട്ട് സമീപനമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ സമയത്ത് പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതിനെതിരെ ഒരു പ്രതികരണവും കാണാതെ വരുമ്പോൾ തികച്ചും സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ അതുകൊണ്ടാണ് ആ ഒരു ശൈലിയിൽ ഞാൻ പോലും സംസാരിച്ചത്. പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രതികരിക്കാൻ ദിവസം 24 മണിക്കൂർ പോരാത്ത അവസ്ഥയിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. കാരണം ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുമാത്രം അഴിമതികളും എന്തുമാത്രം കെടുകാര്യസ്ഥനും അല്ലെങ്കിൽ എന്തുമാത്രം വലിയ അഴിമതി കഥകളാണ് ഓരോ ദിവസവും പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും ഇഷ്യൂസ് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും വളരെ ഹൈ പ്രയോറിറ്റി ഉള്ള ഇഷ്യൂസ് വരുന്നത് കൊണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഈ സൂചിപ്പിച്ച വിഷയത്തിന് അതായത് ഈ വിഷയത്തിൽ അധികം ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇവിടെ ഡോക്ടർ മാത്യു കുഴൽനാടൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ? ഇത് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഒരു വലിയ രീതിയിൽ വോട്ട് ബാങ്കിന് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ദീർഘവീക്ഷണമൊന്നുമില്ലാതെ അതിവേഗം തിടുക്കത്തിൽ നടപ്പാക്കിയ ഒരു മാറ്റമാണ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് EWS എന്നാണ് ഡോക്ടർ മാത്യു കുഴൽനാടൻ പറയുന്നത്. അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ലാഭത്തിനപ്പുറമായിട്ട് നിങ്ങൾക്കിതിലൊരു ആത്മാർത്ഥത ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ ആരോപിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? BJP നടപ്പിലാക്കുന്ന എല്ലാ കർമ്മപദ്ധതികളെക്കുറിച്ചുമുള്ള ഒരു പതിവ് ആരോപണമാണ് വളരെ തിടുക്കത്തിൽ നടപ്പാക്കുന്നു എന്നുള്ളത്. അതായത് 60 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ച ഈ ഭാരതത്തിൽ ഒരു തിടുക്കവുമില്ലാതെ വളരെ സ്ലോ മോഷനിൽ ഈ രാജ്യത്തെ നയിച്ചതിൻ്റെ മുഴുവൻ ഭാരം നമ്മുടെ ജനത പേറുകയാണ്. അപ്പോൾ വളരെ തിടുക്കത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായി വരും. അതുകൊണ്ട് പല കാര്യങ്ങളും ജനോപകാരപ്രദമായ രാജ്യപുരോഗതിക്ക് അനിവാര്യമായ പല പദ്ധതികളും നടപ്പാക്കുമ്പോൾ അത് വളരെ തിടുക്കത്തിൽ തന്നെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു വേഗത രാജ്യം കൈവരിച്ചില്ല എങ്കിൽ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ നമ്മൾ വളരെയേറെ പിന്നോട്ട് പോകും. ഇപ്പോൾ തന്നെ വളരെ പിന്നിലാണ്. അപ്പോൾ വളരെയേറെ പിന്നോട്ട് പോകും എന്നുള്ളത് കൊണ്ട് വലിയ പുരോഗതിക്ക് വേണ്ടി വളരെ വേഗത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. പിന്നീട് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പില്ലാത്ത സമയം എപ്പോഴാണ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, അതിനിടയ്ക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ. തെരഞ്ഞെടുപ്പില്ലാത്ത ഒരു രാജ്യമല്ലല്ലോ നമ്മൾ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പെല്ലാം കൂടെ ഒന്നിച്ചാക്കണം എന്നുമുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. സാധിച്ചാലും ഇല്ലെങ്കിലും അതിനുവേണ്ടിയും പരിശ്രമിക്കും. പിന്നീട് ആത്മാർത്ഥത എന്നുള്ളത്, ആത്മാർത്ഥത ആർക്കാണുള്ളത് എന്ന് 60 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് BJP ഉത്തരോത്തരം വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തോടുള്ള ആത്മാർത്ഥത, അതുപോലെ ഓരോ വിഷയങ്ങളോടുമുള്ള ആത്മാർത്ഥത ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവരങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയിലാണ് ഇന്നിപ്പോൾ
പല വിവാദങ്ങളും ഉയരുന്നുണ്ടെങ്കിലും വളരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ കോപ്പ് കൂട്ടുന്നുണ്ടെങ്കിലും അതിനെല്ലാം ഉപരിയായിട്ടുള്ള ഒരു ജനപിന്തുണ ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ബി ജെ പി എന്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു, എതിർക്കുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ സോക്കോൾഡ് മാധ്യമങ്ങളൊക്കെ തന്നെ അതിന് എതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ഇൻ്റർനാഷണൽ NGOകൾ അതിനെ എതിർക്കുന്നു. അങ്ങനെ രാജ്യത്ത് ഒരു 60 വർഷക്കാലം നിലനിന്നിരുന്ന രാഷ്ട്രീയ നിശ്ചലാവസ്ഥ പതുക്കെ മാറുകയും അത് വളരെ വേഗം മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ന് അമേരിക്കയെ പോലെ അല്ലെങ്കിൽ ചൈനയെ പോലെ അതിനും ഉപരിയായി ഭാരതം ശ്രദ്ധിക്കപ്പെടുകയും നരേന്ദ്രമോദിയുടെ നേതൃത്വം ലോക നേതൃത്വമാണ് ഇന്ന് ലോകം അംഗീകരിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല ശ്രദ്ധിക്കേണ്ടത്. ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പല പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലർ എതിർത്തേക്കാം, ചിലർ അനുകൂലിച്ചേക്കാം, പ്രക്ഷോഭങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ആത്യന്തികമായി രാജ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണോ എന്നുള്ള ഒരൊറ്റ അജണ്ട മാത്രം മുന്നോട്ട് വെച്ചാണ് BJP അതിൻ്റെ എല്ലാ നടപടികളും എടുക്കുന്നത്, എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നത്. അതുകൊണ്ട് ഈ സാമ്പത്തിക സംവരണ കാര്യത്തിലും കാലം കടന്നു പോയ ഒരു നീതിയെ വളരെ വേഗത്തിൽ തന്നെ ആ നീതി അർഹിക്കുന്നവർ എത്തിക്കാൻ ആവശ്യമായ നടപടികളായിരിക്കും BJPയും BJP ഗവൺമെൻറ്റും കൈക്കൊള്ളുക. അതിൽ മറ്റ് കാര്യങ്ങളൊക്കെ ആരോപിക്കുന്നത് കേവലം രാഷ്ട്രീയമായിട്ട് മാത്രമാണ്. ആത്മാർത്ഥതയാണ് ജനങ്ങൾ അതിൽ ദർശിക്കുന്നതെങ്കിൽ ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ഇത്രയുമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഒരു അപേക്ഷയുള്ളത്, എനിക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകേണ്ട ഒരു തിരക്കുള്ളത് കൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ എൻ്റെ ഭാഗം പൂർണ്ണമാക്കാൻ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നമസ്കാരം. ചില വ്യക്തിപരമായ അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അഡ്വക്കേറ്റ് ജയസൂര്യനും ഡോക്ടർ മാത്യു കുഴൽനാടനും ഈ ചർച്ചയിൽ തുടരുന്നില്ല. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. 2019 ജനുവരി മാസം മുതൽ സാമ്പത്തിക സംവരണം എന്ന പദം നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ പലർക്കും എന്താണ് സാമ്പത്തിക സംവരണം എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ ഉണ്ടാകില്ല. ഞാൻ ആദ്യമായിട്ട് ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യനിലേക്ക് വരികയാണ്. അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, ഈ സാമ്പത്തിക സംവരണം എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? അത് വളരെ ചുരുക്കത്തിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? പ്രിയപ്പെട്ട നിതിൻ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം ഏറെ പ്രാധാന്യമുള്ളതാണ്. 2019 ശേഷമാണ് ഇന്ത്യയിലെ പൊതുസമൂഹം സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് വളരെ കാര്യമായി ചിന്തിക്കുവാനും അറിയുവാനും ഇടയായത് എന്നുള്ളൊരു വാസ്തവമാണ്. എക്കണോമിക്കലി വീക്കർ സെഷൻ എന്നുള്ളത് വെറും ഒരു സംവരണം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള അവസരം ഇന്നത്തെ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഒറ്റ വാക്യത്തിൽ എനിക്ക് പറയുവാൻ സാധിക്കുന്നത്. ചെറിയ ഒരു പിന്നാമ്പുറത്തിലേക്ക് പോകുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാക്കാൻ സാധിക്കും. സാമ്പത്തിക സംവരണം എന്നുള്ള ആശയവും നടപടിക്രമങ്ങളും ആരംഭിച്ചത് 2006 അത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലുമാണ്. അന്ന് SR സിംഗു എന്ന ഒരു കമ്മീഷന്, അദ്ദേഹം റിട്ടയർ മേജർ ജനറലാണ്, അദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്വം കൊടുത്തു. ഇന്ത്യയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കുറിച്ചുള്ള പഠനവും അവർക്ക് വേണ്ട പദ്ധതികൾ രൂപീകരിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്ന അജണ്ടയുമായി. സിംഗൂർ കമ്മീഷൻ തുടർന്ന് പഠനം നടത്തി ഇന്ത്യയിലെ ഇതര സംവരണ വിഭാഗങ്ങളെക്കാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി ക്ഷേമ പദ്ധതികളും സംവരണവുമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഒക്കെയും, ഈ കാലം അത്രയും ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് പിന്നെ പറയുമ്പോൾ, പുറകോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ നിലവിൽ സംവരണമുള്ള
3 വിഭാഗങ്ങളെക്കുറിച്ചാണ്. അതൊന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റ്, 2 ഷെഡ്യൂൾഡ് ട്രൈബ്, 3 OBC വിഭാഗം. ഈ 3 വിഭാഗങ്ങൾ കൂടി 49.5% സംവരണമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ അവസരത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ സിംഗൂർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംവരണം ലഭിക്കാത്ത വിഭാഗങ്ങളിലെ, ഞാൻ വളരെ സ്പെസിഫിക് ആവുകയാണ് ആ വാക്ക്, കാരണം കേരളത്തിലും പല സ്ഥലത്തും അത് ഉപയോഗിക്കുന്ന മുന്നോക്ക വിഭാഗം എന്നുള്ളതാണ്. അത് ഭരണഘടനയിലോ ഭേദഗതിയിലോ ഒരിടത്തും പറയാത്ത കാര്യമാണ്. വളരെ കൃത്യമായിട്ട് പറയട്ടെ, സംവരണ രഹിതരായിട്ടുള്ളവർക്ക്, സംവരണ ഇതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ ജോലികളിലും 10% സംവരണം ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിയുകയും കേൾക്കുകയും ഇപ്പോൾ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്ന EWS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ആർക്കൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് പ്രധാനമായിട്ടും കേരള പശ്ചാത്തലത്തിലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു വലിയ പങ്കിന് ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. കൃത്യമായിട്ട് പറഞ്ഞ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും EWSന്റെ ബെനിഫിറ്റ് ഉണ്ട്. ഹൈന്ദവ വിഭാഗത്തിലെ നായർ വിഭാഗം ഉൾപ്പെടെയുള്ള, മറ്റൊരു ഭാഷയിൽ പറഞ്ഞ സവർണ ഹിന്ദു വിഭാഗങ്ങൾക്കെല്ലാം ഇതിന്റെ ഗുണഫലം കിട്ടും. പക്ഷെങ്കിൽ സർക്കാരോ മറ്റ് ഉദ്യോഗസ്ഥരോ മതവിഭാഗങ്ങളോ പറയാത്ത ഒരു സംവരണ മേഖലയും കൂടെ ഇതിനകത്തുണ്ട്. അത് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അനാഥാലയങ്ങളിൽ വളരുന്ന കുട്ടികൾക്ക് മാതാപിതാക്കൾ ആരാണെന്ന് പോലും അവർക്കറിയില്ലായിരിക്കും. ഒന്നുകിൽ മാതാപിതാക്കൾ അപകടത്തിൽ മരിച്ചവരോ ഉപേക്ഷിച്ച് വന്നിരിക്കുന്നവരോ ആയിരിക്കും അനാഥ കുട്ടികൾ. അങ്ങനെയുള്ള അനാഥ കുട്ടികൾക്ക് ജാതിയുടെയും മതത്തിന്റെയും പേരിലൊന്നും അല്ലാതെ സംവരണം, ജോലി സംവരണം, വിദ്യാഭ്യാസ സംവരണം ഇത് ലഭിക്കുവാനുള്ള ഏക വഴി ഇപ്പോൾ വന്നിരിക്കുന്ന EWS മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പൊ ക്രൈസ്തവ വിഭാഗത്തിന്റെ നല്ലൊരു വിഭാഗത്തിന്, നായർ വിഭാഗത്തിന്, സവർണ ഹിന്ദുക്കൾക്ക്, ആരോരുമില്ലാത്തവർക്ക്, ഇവർക്കെല്ലാം ആശ്രയമാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ EWS സാമ്പത്തിക സംവരണം എന്നുള്ളത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഇതിന്റെ മാനദണ്ഡങ്ങൾ കേരളം ഒരു പരിധിവരെ അട്ടിമറിച്ചിരിക്കുകയാണ്. സംവരണങ്ങളെല്ലാം പ്രധാനമായിട്ടും ചെന്ന് നിൽക്കുന്നത് 2 പ്രധാനപ്പെട്ട ഘടകങ്ങളിലാണ്. ഒന്ന് സാമ്പത്തിക വരുമാനം, 2 ഓരോരുത്തരും ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മാതാപിതാക്കൾ ഹോൾഡ് ചെയ്യുന്ന ഭൂമിയുടെ അളവ്. ഇവിടെ കേന്ദ്ര സർക്കാർ 8 ലക്ഷം രൂപ ഒരു വർഷം വരുമാനമുള്ള ആളുകളെ, അതിൽ താഴെയുള്ള ആളുകളെയാണ് ഇതിന്റെ പരിധിയിൽപ്പെടുത്തിയതെങ്കിൽ വളരെ വേദനയോടുകൂടി പറയട്ടെ, കേരള സർക്കാർ അതങ്ങ് അട്ടിമറിച്ചു. അത് 4 ലക്ഷമാക്കി. അതുപോലെ ഭൂമി, മാതാപിതാക്കൾക്കുള്ള ഭൂമി, അത് 5 ഏക്കർ വരെ ഏക്കറിൽ താഴെയുള്ളവർക്ക് ഈ സംവരണത്തിലേക്ക് കടന്നു വരാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് അത് 2.5 ഏക്കറായിട്ട് കേരള സർക്കാർ അത് കുറച്ചു. കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടിയിട്ട് പോലും അതിനെ അട്ടിമറിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരിക്കുമ്പോൾ ഈ സംവരണത്തിന്റെ പിന്നിൽ ഒരു ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്നതിനേക്ക് അപ്പുറത്ത് സർക്കാരിന് എത്രമാത്രം ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. തീർച്ചയായും വ്യക്തമാണ് ഡോക്ടർ ശിവല്യാർ, അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ.
ശ്രീ റോണി അഗസ്റ്റിൻ, ഇവിടെ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതുപോലെ കേരളത്തിൽ ഈ രീതി നടപ്പാക്കുന്നതിൽ ഒത്തിരി വ്യത്യസ്തതയുണ്ട്. ശരിക്കും പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, നിലവിൽ എങ്ങനെയാണ് കേരളത്തിൽ ഈ സംവരണം നടപ്പാക്കുന്നത്? എനിക്ക് ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ സാമ്പത്തിക സംവരണം വന്നതിൻ്റെ ഒരു നാൾ വഴികളും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഭരണഘടനാ രൂപീകരണ നാളിൽ എന്നുവെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 1949 ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സമയങ്ങളിൽ സംവരണ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജാതിയിൽപ്പെട്ടവരെയും വിളിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സ് പ്രൊസീഡിങ്സ് എന്നുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. അതിൽ വോളിയം 8 ആണ് സംവരണ വിഷയത്തെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. 1949 മെയ് 25 നടന്ന ഒരു ചർച്ചയുടെ ബേസിലാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. റവറൻ ഡോക്ടർ ജെറോം ഡിസൂസയാണ് അന്ന് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തി. അദ്ദേഹം അന്ന് വ്യക്തമായി പറഞ്ഞ ഒരു സന്ദേശം ആണ്, ജാതി സംവരണം രാജ്യത്ത് നടപ്പിലാക്കരുത്, മറിച്ച് ഒരുവൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ പശ്ചാത്തലം പരിഗണിച്ച് താഴെ തട്ടിലുള്ളവനെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവരണമാണ് കൊടുക്കേണ്ടത് എന്ന് റവറൻ ഡോക്ടർ ജെറോം ഡിസൂസ 1949 പറഞ്ഞ ഒരു കാര്യമാണ് 70 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് രാജ്യത്ത് നടപ്പിലായത്. അതായത് അദ്ദേഹം പറഞ്ഞ ഒരു ക്രിസ്തീയ മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വാക്കായിരുന്നു എന്ന് പറഞ്ഞത്. കാരണം ജാതി സംവരണമല്ല രാജ്യത്ത് നടപ്പിലാക്കേണ്ടത്, സാമ്പത്തിക സംവരണമാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. സാമ്പത്തിക സംവരണം എന്നുള്ളൊരു വാക്കെന്നത് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആശയം ഇതാണ്. കേരളത്തിലെ ഈ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയിട്ട് ഇന്നേക്ക് 9 മാസം കഴിഞ്ഞു, രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് 1.5 വർഷം കഴിഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ടും കേരളത്തിലെ സ്ഥിതിവിശേഷം വെച്ച് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക സംവരണം പൂർണ്ണമായും അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. എന്നാൽ അത് വേണ്ട വിധത്തിൽ പ്രതികരണങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും അത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുവാൻ പ്രതിപക്ഷ പാർട്ടികൾക്കും സാധിച്ചില്ല എന്നുള്ളത് കേരള സമൂഹം ചിന്തിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രത്തോളം വലിയൊരു ഉന്നമനത്തിലേക്ക്, അതായത് ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന ഉന്നത കുലജാതർ എന്ന് വിളിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹം താഴെത്തട്ടിൽ ഇന്നും കിടക്കുന്നുണ്ട്. ഉന്നത ജാതിയിൽ ജനിച്ചു എന്ന് മാത്രമാണ് അവന് കിട്ടിയിട്ടുള്ള ഒരു പ്രിവിലേജ്. പക്ഷെ അവന് എന്താണുള്ളത്? ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷെ അതിനുവേണ്ടി പ്രതികരിക്കുവാൻ ഇന്നത്തെ 3 രാഷ്ട്രീയ പാർട്ടികളും, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ, വേണ്ട വിധത്തിൽ കേരളത്തിൽ അതിനുവേണ്ട പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്ന് ഞാൻ ദുഃഖപൂർവ്വം എല്ലാവരോടും പറയുകയാണ്. അതിൻ്റെ ഒരു കാരണവും കൂടി ഞാൻ പറയാം. കാരണം നേരത്തെ VC സെബാസ്റ്റ്യൻ സാറ് സൂചിപ്പിച്ചതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ്, 8 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വാർഷിക വരുമാനമായിട്ട് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വരുമാന പരിധി, കുടുംബത്തിൻ്റെ വരുമാന പരിധി. പക്ഷേ കേരളത്തിൽ ജസ്റ്റിസ് ശശിധരൻ നായർ കമ്മീഷനിലൂടെ കൊണ്ടുവന്നിട്ടുള്ള നിർദ്ദേശം 4 ലക്ഷമായിട്ട് കുറച്ചു. മറ്റ് OBC സംവരണക്കാർക്ക് 8 ലക്ഷം രൂപ ക്രീമി ലെയർ മാനദണ്ഡം വെച്ചിട്ടുണ്ട്. അതേ ഇത് തന്നെയല്ലേ സാമ്പത്തിക സംവരണത്തിലും കൊണ്ടുവരേണ്ടത്? അത് തന്നെയാണ് BJP സർക്കാരും കൊണ്ടുവന്നിട്ടുള്ള പോയിന്റ്. പക്ഷെ ആ 8 ലക്ഷം എന്നുള്ളത് 4 ലക്ഷമായി വെട്ടിച്ചുരുക്കി. കുടുംബത്തിൻ്റെ ആകെ ഭൂവിസ്തൃതി കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം 2 ഹെക്ടർ എന്നുള്ളതാണ്, അതായത് 5 ഏക്കർ. എന്നാൽ കേരള സർക്കാരിൻ്റെ ഉത്തരവിലൂടെ അത് 2.5 ഏക്കറായിട്ട് വെട്ടിച്ചുരുക്കി. അതായത് 2.5 ഏക്കർ സ്ഥലമുള്ള ഒരു വ്യക്തിക്ക് 4 ലക്ഷം രൂപയിൽ കൂടുതൽ അവൻ സമ്പന്നനാണ് എന്നുള്ള ഒരു സന്ദേശവും കൂടി കേരള സർക്കാർ ഈ ലൈനിൽ കൊടുക്കുന്നുണ്ട്. 2.5 ഏക്കർ കൃഷിയിൽ നിന്ന് എന്താണ് 4 ലക്ഷം രൂപ ആർക്കാണ് ലഭിക്കുന്നത്? ഒരു കർഷകന് കിട്ടുന്നത് എത്രയാണ്? 1 ഹെക്ടർ സ്ഥലത്തുനിന്ന് കിട്ടുന്നത് 70,000 രൂപയാണ്. അതൊക്കെ സർക്കാരിൻ്റെ സൈറ്റുകൾ, ഔദ്യോഗിക സൈറ്റുകളിൽ പോലുമുണ്ട്. അപ്പോൾ ഇതൊരു സാമ്പത്തിക സംവരണം കേരളത്തിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നതിൽ പോലും വ്യക്തമായ ഒരു അനീതി അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വ്യക്തമാണ് ശ്രീ. പ്രിയപ്പെട്ട റോണി പറയുന്ന കാര്യത്തിലേക്ക് ഞാനൊന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന റിസർവേഷൻസ്, അത് OBC റിസർവേഷൻ 27%, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. SC ST റിസർവേഷൻ 22.5%.
അത് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 27 നിന്ന് 40% ഈഴവർക്ക് 14%, മുസ്ലിംസിന് 12%, മറ്റു വിഭാഗങ്ങൾക്കായിട്ട് ബാക്കി ശതമാനവുമായിട്ട് 40% കേരള സർക്കാർ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതേസമയം ന്യായമായിട്ടും സംവരണം വേണ്ട SC/ST വിഭാഗങ്ങൾക്ക് 22.5% സംവരണം കേന്ദ്ര സർക്കാർ വ്യക്തമായിട്ട് നിയമപരമായിട്ട് പറഞ്ഞിട്ട് അവർക്ക് 2 കൂട്ടർക്കും കേരള സർക്കാർ കൊടുക്കുന്നത് 10%. ഇതൊരു കാട്ടുനീതിയല്ലേ? ഇങ്ങനെയാണോ പിന്നോക്കക്കാരെ നമ്മൾ മുന്നോട്ട് സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ടത്? ഇവിടെ എല്ലാം നടക്കുന്നത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഇവിടെ എല്ലാം നടക്കുന്നത് വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംവരണ തത്വങ്ങൾ ബലികഴിക്കുകയാണ്. അതാണ് സാമ്പത്തിക സംവരണത്തിന്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ആ സംവരണ ശൈലി തിരുത്താതെ EWSന്റെ ഇവിടുത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണേതര വിഭാഗങ്ങൾക്ക് നീതി ലഭിക്കില്ല. വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, സർക്കാർ ഇറക്കുന്ന ഉത്തരവുകളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താ? മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെന്ന്. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് മുന്നോക്ക വിഭാഗം എന്ന് പറഞ്ഞൊരു വാക്ക് ചേർത്തിരിക്കുന്നത്? ഫോർവേഡ് കമ്മ്യൂണിറ്റി കാസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കില്ല. മനഃപൂർവം കേരള സർക്കാരും ഉദ്യോഗസ്ഥ വൃന്ദവും ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുകയാണ് മുന്നോക്കക്കാരെന്ന് പറഞ്ഞത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഈ പറഞ്ഞ ആൾക്കാർ സമ്പന്നരായിരുന്നിരിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ സമയത്തും ഒക്കെ കാലക്രമേണ ഭൂസ്വത്തുക്കളൊക്കെ ഗവൺമെന്റിലേക്കും പോയി വിറ്റുകഴിഞ്ഞ് അതിൻ്റെ ഒരു 4ാം തലമുറയുടെ ലോകത്ത് നമ്മൾ ഇപ്പോൾ നിൽക്കുമ്പോൾ യഥാർത്ഥ പിക്ചർ എന്താ? സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നുവെന്നല്ല, നല്ലൊരു ശതമാനവും സവർണരെന്നും ഉന്നത കുലജാതരെന്നും പറയുന്ന വിഭാഗങ്ങളിൽ പട്ടിണിയും ദാരിദ്ര്യവുമാണ്. കുട്ടികൾക്ക് പഠിക്കുവാൻ പോലും സ്കൂളിൽ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഇതൊക്കെ പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സാമൂഹ്യ നീതി നടപ്പാകത്തുള്ളൂ. അതിന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന 5 ഏക്കർ ഭൂപരിധി 2.5 ഏക്കറായിട്ട് കുറയ്ക്കുക, 8 ലക്ഷം രൂപ വാർഷിക വരുമാനം എന്നുള്ളത് 4 ലക്ഷമായിട്ട് കുറയ്ക്കുക. ഇത് കാട്ടുനീതിയല്ലേ? അല്ല, ഇതിന്റെ ഒപ്പം സാറേ ഞാൻ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. കാരണം CPMന്റെയും അല്ലെങ്കിൽ ലെഫ്റ്റിസ്റ്റ് പാർട്ടികളുടെ എല്ലാം ഒരു ഐഡിയോളജി ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ 70കളിൽ തൊട്ട് തന്നെ അവർക്ക് സാമ്പത്തിക സംവരണം നടപ്പിലാക്കണം എന്നുള്ളൊരു ആശയമുള്ളവരായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമ്പത്തിക സംവരണം ആശയം മുന്നോട്ട് വെച്ചത് കേരളത്തിലാണെന്ന് കൂടി നമ്മളെ തീർച്ചയായിട്ടും. പക്ഷേ 2019 രാജ്യത്ത് ഇത് സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് അതിന് പരിപൂർണമായ ഒരു സഹകരണം കിട്ടിയോ? എന്തുകൊണ്ടാണ് ശ്രീ റോണി അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് സർക്കാരിന് ഉണ്ടാകുക? അപ്പൊ അതൊരു ആരോപണം മാത്രമല്ലേ? ഒരിക്കലല്ല, ആരോപണം എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഭരണഘടനാനുസൃതമായിട്ടുള്ള ഒരു അവകാശമാണ്. അത് ഗവൺമെന്റിന് അത് ഇടതുപക്ഷ സർക്കാരുകൾക്ക് ഈ ഒരു ആശയം ഉണ്ടെങ്കിൽ ഭരണഘടനാ പ്രകാരം കിട്ടിയ ഒരു കാര്യത്തെ ശ്രീ റോണി എല്ലാ സംസ്ഥാന സർക്കാരുകളും ഒരു കമ്മീഷനെ വെച്ചത് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് മിക്ക സംസ്ഥാന സർക്കാരും അത് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ സ്വാഭാവികമായ ഒരു പഠനം നടന്നിട്ടുണ്ടാകാം. അതിനുശേഷമുള്ള ഒരു നടപടിയിലേക്കല്ലേ വരുന്നത്. അടുത്ത കാലത്ത് PSCയും അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ചില നിലപാടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പം അതിൽ ഒരു വലിയ പാളിച്ച നമുക്ക് ആരോപിക്കാൻ പറ്റും. തീർച്ചയായിട്ടും PSCയുടെ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട്. കാരണം 2019 ഫെബ്രുവരി മാസത്തിലാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത്. ആ കമ്മീഷന്റെ പഠനം 2019 തന്നെ ഗവൺമെന്റിലേക്ക് എത്തുമെന്ന് PSCക്കും സർക്കാരിനും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ 2019 നവംബർ ഡിസംബർ മാസങ്ങൾ വളരെ തിടുക്കപ്പെട്ട് 250ഓളം തസ്തികകളിലേക്ക് PSC നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് തന്നെ സാമ്പത്തിക സംവരണത്തിൽ നിന്ന് ഒഴിവ് നേടാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ അതാരെയോ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ സാമ്പത്തിക സംവരണത്തിന് ഗുണഭോക്താക്കൾക്ക് അത് കിട്ടരുതെന്നൊരു ഉദ്ദേശമുണ്ടോ? കാരണം 40,000-ഓളം സീറ്റുകളിലേക്കാണ് അന്ന് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവ്. പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നല്ല രീതിയിൽ സംവരണത്തെ സ്വാഗതം ചെയ്തിട്ടുള്ളവരാണ്, നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് അവരെങ്ങനെ ഇങ്ങനെ ഒരു പുറകോട്ട് പോക്കൽ ഉണ്ടായി? അത് വളരെ വ്യക്തമാണ്. മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച സംവരണത്തെ എതിർത്തവരാരാണ്? ഏത് വിഭാഗമാണ് എതിർത്തത്? 100% സംവരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് എതിർത്തത്. ആ വിഭാഗത്തിന് വേരോട്ടമുള്ള നല്ല സ്ഥലമാണ് കേരളം. വളരെ തെളിച്ചു പറയാം, എതിർത്ത 3 എംപിമാർ, 1 PK കുഞ്ഞാലിക്കുട്ടി, 2 ET മുഹമ്മദ് ബഷീർ, 3ാമത് ഹൈദരാബാദിലെ അസ്റുദ്ദീൻ OYC, ഇവര് 3 പേരുമാണ് എതിർത്തത്. സർക്കാര് ആശയം വളരെ നല്ലതായിട്ട് എതിർത്തെങ്കിൽ തന്നെയും അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അതിന്റെ നടത്തിപ്പിൽ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ അജണ്ട പാടില്ലായിരുന്നു. പാവപ്പെട്ട, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തേണ്ട കാര്യത്തിൽ, അതിന്റെ മാനദണ്ഡങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്നാണ് എനിക്കുള്ള അഭിപ്രായം. വ്യക്തമാണ്. ഇവിടെ രണ്ടുപേരും സാമ്പത്തിക സംവരണത്തെക്കുറിച്ചുള്ള, അത് കേരളത്തിൽ നടപ്പാക്കിയ രീതിയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഇവിടെ പങ്കുവച്ചത്. ഏറ്റവും ഒടുവിൽ ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, ഇതിനെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ എന്താണ് പറയാനുള്ളത്? ഏത് രീതിയിലാണ് ഇത് നടപ്പാക്കപ്പെടേണ്ടത്? ഏത് രീതിയിലാണ്? കാരണം ഇത് ഇങ്ങനൊരു സംവരണം ഉണ്ടെന്ന് പോലും ഈ പറയുന്ന നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾക്ക് ഒരു ധാരണ പോലും ഇല്ല എന്നതാണ് വസ്തുത. എന്താണ് താങ്കളുടെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ താങ്കൾക്ക് പറയാനുള്ളത്? എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളത് 21ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ജാതി സംവരണത്തിന്റെ കാലം കഴിഞ്ഞിട്ടില്ലേ എന്ന് നമ്മൾ ഗൗരവമായിട്ട് കാണണം. സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 7 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് 10 വർഷത്തേക്ക് ഏർപ്പെടുത്തിയ സംവരണം 70 വർഷമായിട്ട് തുടരുമ്പോഴും ജാതി സംവരണത്തിന്, ജാതിക്ക് അതീതമായിട്ട് ഒരു ജനസമൂഹം ഇന്ന് ആധുനിക കാലഘട്ടത്തുള്ളപ്പോൾ ആ സംവരണം അപ്രസക്തമാകുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങൾ ഇന്ന് പട്ടിണിയും ദാരിദ്ര്യവുമാണ്. വിശപ്പിന്റെ വിളി കേൾക്കണം. അതിന് സാമ്പത്തികമാണ് ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ടുള്ളത്. സാമ്പത്തിക സംവരണത്തിലൂടെ മാത്രമേ ഇനി അടുത്ത ജനതയെ സമൂഹത്തിന്റെ മുൻനിരയിലേക്കും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക ഒന്ന്. രണ്ടാമത്, സംവരണ ഇതര വിഭാഗത്തിൽപ്പെട്ട ജനസമൂഹത്തോട് എനിക്കൊന്ന് പറയുവാനുണ്ട്, പ്രത്യേകിച്ച് സുറിയാനി ക്രൈസ്തവ വിഭാഗങ്ങളോട്. മറ്റൊന്നുമല്ല, നമ്മൾ ഈ വിഷയം അറിയണം, പഠിക്കണം. നമ്മളെ നല്ലൊരു ശതമാനം ജനവിഭാഗങ്ങൾക്ക് ഉപകരിക്കത്ത വിധത്തിൽ ഇതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ജനവിഭാഗങ്ങളോട് ഇതിനെ ബോധവൽക്കരണം നടത്തി അവരോട് കൂടുതൽ പങ്കുചേരുവാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കണം. ഈ കാര്യത്തിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ കൂടുതൽ യോജിപ്പും ഒരുമയും സ്വരുമയും കണ്ടെത്തി പ്രവർത്തിച്ചാൽ മാത്രമേ പ്രായോഗികമായിട്ട് ഇതിന്റെ ഗുണഫലങ്ങൾ ഈ വിഭാഗത്തിലുള്ളവർക്ക്, സംവരണേതര വിഭാഗത്തിലുള്ള സുറിയാനി ക്രൈസ്തവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്കിത് നേട്ടമായിട്ട് അവസാനിക്കും. വ്യക്തമാണ്. സാമ്പത്തിക സംവരണം ഒരു ചൂടേറിയ വിഷയമാണ്. ഇത് കൃത്യമായി നടപ്പാക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്, ഓരോ മലയാളിയുടെയും ആവശ്യമാണ്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ആ പദ്ധതിയിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ അത് തീർപ്പാക്കേണ്ടതും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സാമ്പത്തിക സംവരണത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളെയും ആഴത്തിൽ പഠിക്കുവാനും അത് അനുവദിക്കുന്ന കമ്മ്യൂണിറ്റികൾ അത് അവകാശമാണ് എന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സംവരണത്തിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ മാത്യു കുഴൽനാടൻ, CBCI ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ജയസൂര്യൻ, ശ്രീ റോണി അഗസ്റ്റിൻ, 4 പേർക്കും നന്ദി.